നമസ്കാരം. കേരളത്തിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സംഘടനകൾ, സുന്നി വിഭാഗം സംഘടനകൾ യാത്ര നടത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് യാത്ര. ഈ യാത്രയുമായി ബന്ധപ്പെട്ടതിന്റെ വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഈ രണ്ട് സംഘടനകൾക്കും പത്രങ്ങളുണ്ട്. ഈ പത്രങ്ങളും നടക്കുന്ന യാത്രയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തകരും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട്, രണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ ഈ യാത്രയെ വിലയിരുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപകമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വിമർശനങ്ങളും ശരിയും ശരികേടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ചില ആളുകളൊക്കെ രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോൾ, അതിൽ വന്ന വിലയിരുത്തലുകളൊക്കെ പരിശോധിച്ചപ്പോൾ സത്യസന്ധമായി തോന്നിയ ചില വിലയിരുത്തലുകളുണ്ട്. ആ വിഷയം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ EK വിഭാഗം സമസ്ത തെക്ക് നിന്നും വടക്കോട്ടാണ് യാത്ര നടത്തുന്നത്. ആ യാത്ര തുടങ്ങി എന്ന് മാത്രമല്ല, തൃശ്ശൂർ പിന്നിട്ടിരിക്കുകയാണ്. AP വിഭാഗത്തിന്റെ യാത്ര വടക്ക് നിന്ന് തെക്കോട്ടാണ്, കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും AP വിഭാഗത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളിലേക്ക്, തുടങ്ങാൻ പോകുന്ന യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഒന്ന് പോകാം. കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കാൻ പോകുന്ന യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തന്നെ അത് ആ യാത്രയുടെ വിജയം കൃത്യമായി സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായിട്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മോശമാക്കുന്നതിന് വേണ്ടിയോ അല്ല ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. നേരത്തെ കാന്തപുരത്തിന്റെ കേരള യാത്ര എന്ന രീതിയിലൊക്കെ യാത്ര നടന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന യാത്രയാകണ്ട എന്ന ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര എന്ന രീതിയിലാണ് വടക്ക് നിന്നും തെക്കോട്ട് നടക്കാൻ പോകുന്ന യാത്ര. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ലോകം അംഗീകരിക്കുന്ന, ലോകം അറിയുന്ന ഒരു പണ്ഡിതനാണ് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. എന്നാൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ അദ്ദേഹം ഇടപെട്ട ചില വിഷയങ്ങളുണ്ട്. ഏതൊരു മതപണ്ഡിതനും സാധാരണ രീതിയിൽ ഇടപെടാറില്ലാത്ത ചില മേഖലകളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്നുള്ളത് തന്നെയാണത്. നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്നുള്ള വാർത്തകൾ സജീവമായി നിൽക്കുന്ന സമയത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് കഴിയും വിധത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ നടന്ന സമയത്ത് പല ആളുകളും അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടൊക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും കാന്തപുരം പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്, അതായത് നിമിഷപ്രിയയുടെ ആ തൂക്കിലേറ്റാവുന്ന ആ ശിക്ഷ, തൂക്കിക്കൊല്ലുമെന്നുള്ള ആ ശിക്ഷാവിധി തൽക്കാലം അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അത് നടത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ ചില രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പഴയതുപോലെ അത്ര ഊർജ്ജസ്വലതയോടുകൂടി അദ്ദേഹത്തിന് മനസ്സെത്തുന്നിടത്ത് അദ്ദേഹത്തിന്റെ ശരീരം എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ലോകം ചുറ്റുകയാണ്. ലോകം അദ്ദേഹത്തെ ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. മലേഷ്യൻ സർക്കാർ അദ്ദേഹത്തിന് ഒരു ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അയച്ച് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ആദരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഖലീൽ ബുഖാരി തങ്ങളെ പോലുള്ള അറിയപ്പെടുന്ന ആളുകളൊക്കെ വളരെ സജീവമായി ഈ യാത്രയുടെ ഭാഗമായി നിൽക്കുകയാണ്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാർ, അതുപോലെ എല്ലാ നിലക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ യാത്രയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച് ഈ യാത്രയുടെ ഒരുക്കങ്ങൾ തന്നെ ഗംഭീരമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സമയത്താണ് തെക്ക് നിന്നും വടക്കോട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഒരു യാത്ര തൃശ്ശൂർ പിന്നിട്ടിരിക്കുന്നത്. ഈ കാന്തപുരം വിഭാഗത്തിന്റെ യാത്രയുടെ ഒരുക്കങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത പോലും ഈ യാത്ര തൃശ്ശൂർ പിന്നിടുന്ന സമയത്ത് ആ യാത്രക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്, അതുപോലെ തന്നെ സ്വീകാര്യനാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല.
അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവം, അതിലപ്പുറം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ യാത്രക്ക് മറ്റൊന്നും അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന കുറച്ചാളുകൾ സമസ്തയുടെ അധ്യക്ഷൻ നടത്തുന്ന യാത്രയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു. ഒരുപാട് ആളുകൾ ഈ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മുസ്ലിം ലീഗുമായി തർക്കം, അതുപോലെ തന്നെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് ലീഗിനെ അനുകൂലിച്ചു നിൽക്കുന്ന ചില പണ്ഡിതന്മാർ, അവരുമായി തർക്കം. ചില ആളുകളൊന്നും ഈ യാത്രയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു. ഇനി പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആരും പറയാത്ത കാര്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അക്കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടെ പറയുന്നത്. ഇവിടെ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും നേരിടുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ മതപണ്ഡിതന്മാരെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും കേൾക്കാതെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ ആയിരിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകൾ സമസ്തയുടെ ഭാഗമായി യാത്രയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ അവരൊക്കെ പലപ്പോഴും പല വിധത്തിലുമുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു. അതിലെ ശരിതെറ്റുകളൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകൾ, സഹകരിക്കാത്ത ആളുകൾ വലിയൊരു വിഭാഗമുണ്ട്. സഹകരിക്കുന്ന ആളുകൾ ഇവിടെ അവർക്ക് പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. സമസ്ത തിരിച്ചറിയണം, തിരുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ രണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടെ പല ആളുകളും സത്യസന്ധമായി നടത്തിയ വിലയിരുത്തലുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചത്. എന്തായാലും ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ മതപണ്ഡിതന്റെ ഏവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിനുണ്ട്. ആ ഒരു മനുഷ്യനെ അംഗീകരിക്കുന്ന കുറച്ചാളുകൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്നതിലപ്പുറം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പുറത്ത് വടക്കു നിന്നും തെക്കോട്ട് നടക്കാൻ പോകുന്ന യാത്രയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടുകൂടി നടക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി, ഇത് കൂട്ടായി നടത്തേണ്ട ഒരു യാത്രയാണ്. മുന്നോട്ട് വെക്കുന്ന സന്ദേശം എല്ലാവരും ഒറ്റക്കെട്ടായി ആ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആ സംഘടനാ തീരുമാനം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തകർ, കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള പല പരിപാടികളും ഇതിനു മുമ്പ് ആ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ചില വാർത്തകളും വീഡിയോകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ അച്ചടക്കം അത് പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വെള്ളപ്പട്ടാളം പല വിഷയങ്ങളും ഉന്നയിച്ച് പൊതുനിരത്തിലിറങ്ങി അവർ സമരം ചെയ്തിട്ടുണ്ട്. കൃത്യമായി ലക്ഷ്യം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള അച്ചടക്ക ലംഘനം അവർ നടത്താറില്ല. എന്തായാലും ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അച്ചടക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തെക്ക് നിന്നും വടക്കോട്ട് പോകുന്ന ഈ യാത്ര ഇത് ഇങ്ങനെ ആയിരുന്നില്ല നടത്തേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല നടക്കേണ്ടത്. മുക്കം ഉമ്മർ ഫൈസി എന്ന് പറയുന്ന സമസ്തയുടെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില രാഷ്ട്രീയമുണ്ട്. അങ്ങനെ ചില ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമസ്തയെ അവരുടേതായ വഴികളിലൂടെ കൊണ്ടുപോകുന്നതിനു വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ആ തർക്കങ്ങൾ ഈ യാത്രയിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്.